Hello, dears. Now let's look at a speech by Emma Watson. ഒരു ഇംഗ്ലീഷ് ആക്ട്രസ് ആണ് എമ്മ വാട്സൺ എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലുള്ള ഒരു ആക്ട്രസ് ആണ്. അവർ യു എനിൽ നടത്തിയ ഒരു സ്പീച്ചാണ്. യു എൻ ഗ്ലോബൽ വുമൻസ് ഗുഡ് വിൽ അംബാസിഡർ കൂടിയാണ് അവർ എമ്മ വാട്സൺ എന്ന് പറയുന്നത്. ഹി ഫോർ ഷീ. അതിലെ മെയിൻ തീം എന്ന് പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റിയാണ്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിനെതിരെ അവർ പോരാടി. മീൻസ് അവരെന്ത് ചെയ്തു, അതായത് അവരുടെ ഒരു വാദം എന്ന് പറഞ്ഞത് ഇതിൽ ആയിട്ട് വരുന്നത്, മെയിൻ തീമായിട്ട് വരുന്നത് ബോത്ത് മെൻ ആൻഡ് വുമൺ സഫർ ഇനീക്വാലിറ്റി എന്നാണ്. അതായത് സ്ത്രീ മാത്രമല്ല, പുരുഷനും എന്ത് ചെയ്യുന്നുണ്ട്, പുരുഷനും ഒരുപാട് ഇനീക്വാലിറ്റീസ് സമൂഹത്തിൽ നേരിടുന്നുണ്ട്. സമൂഹത്തിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞത് പുരുഷനെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, ഇമോഷൻ ഉണ്ടാവരുത്, കരയരുത്, ലീഡർ ആയിരിക്കണം, അതുപോലെ തന്നെ പ്രൊവൈഡർ ആയിരിക്കണം, അതുപോലെ തന്നെ ഒരിക്കലും തോൽക്കരുത്, ഫെയിൽ ആവരുത്, എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ അതിനെതിരെ പുരുഷനും ശബ്ദിക്കണം എന്നുള്ളത്, പുരുഷനും ഇമോഷണൽ ആവാം, ക്രൈ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ. സോ സ്ത്രീകൾക്ക് മാത്രമല്ല എന്തുള്ളത്, പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഉള്ളത് പുരുഷന്മാർക്കുമുണ്ട് എന്നുള്ളതാണ് ഹി ഫോർ ഷീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്ത്രീകളെപ്പോഴും സമൂഹത്തിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ജെന്റിലായിരിക്കണം, കെയറിങ് കൊടുക്കണം, അതുപോലെ സോഫ്റ്റ് ആയിരിക്കണം, ഇമോഷണൽ ആയിരിക്കണം, ഡിപ്പെൻഡൻ്റ്, ഹോം മേക്കർ എന്നുള്ള ആ ഒരു ഇതിൽ നിന്നൊക്കെ അവർ മാറ്റി ചിന്തിക്കാൻ വേണ്ടി പറയാണ് എമ്മ വാട്സൺ. അപ്പോൾ ഈക്വാലിറ്റി എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല, പുരുഷന്മാരുടെയും പ്രശ്നമാണെന്നാണ് എമ്മ വാട്സൺ പറയുന്നത്. ഷി അഡ്രസ്ഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് ജെൻഡർ ഗ്യാപ്പ്, ഈക്വാലിറ്റി ആൻഡ് പേ ഡിവൈഡ്. പേ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ജെൻഡർ മെയിലാണെങ്കിൽ കൂടുതൽ ക്യാഷും, അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ എന്ത് ചെയ്യുക, കുറഞ്ഞ ക്യാഷും എന്നുള്ള രീതിയിൽ. സോ പേ ഡിവൈഡിനെ അവർ ക്രിട്ടിസൈസ് ചെയ്തു. തേർഡ് പോയിന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് റീ എക്സാമിനിങ് എക്സിസ്റ്റിംഗ് സ്റ്റീരിയോ ടൈപ്സ്. അതായത് ഇപ്പോൾ സമൂഹത്തിലുള്ള പൊതുധാരണകൾ, സ്റ്റീരിയോ ടൈപ്സ്, അവരുടെ പേയ്മെൻറ്റിലുള്ള, അതുപോലെ തന്നെ അവരുടെ കേപ്പബിലിറ്റിയിലുള്ള അത്തരം സ്റ്റീരിയോ ടൈപ്പുകൾ, പ്രജുഡൈസുകളെ, സമൂഹത്തിൻ്റെ ഒരു വെപ്പ് എന്നൊക്കെ പറയും, സമൂഹത്തിൻ്റെ ഒരു ഉറച്ച അഭിപ്രായം എന്നൊക്കെ പറയും. സോ അതിനൊക്കെ ഒന്ന് റീ എക്സാമിൻ ചെയ്യാൻ, ഒന്ന് പുനർപരിശോധിക്കാൻ ഇവർ ആവശ്യപ്പെടുന്നു. അതായത് ഈ ഒരു റോള്, അതായത് സ്ത്രീകളെപ്പോഴും ജെന്റിലായിരിക്കണം, അതുപോലെ തന്നെ പുരുഷന്മാരെപ്പോഴും പിന്നെ ഒരിക്കലും ഇമോഷൻ ആവരുത് എന്നുള്ള ആ ഒരു രീതിയിലുള്ളതൊക്കെ ഒന്ന് പുനർവിചാരണയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് എമ്മ വാട്സൺ പറയുന്നത്. റീ എക്സാമിൻ ചെയ്യണം എന്നുള്ളത്, പുനർപരിശോധിക്കണം. ആൻഡ് ഇൻക്ലൂഡിങ് വുമൺ ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതിൽ. അതായത് വുമൺ എന്ത് ചെയ്യണം, ഡിസിഷൻ മേക്കിംഗ് റോളിലേക്ക് ലീഡേഴ്സായിട്ട് കൊണ്ടുവരണം, തീരുമാനമെടുക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകളായിട്ട് സ്ത്രീകൾ വരണം എന്നുള്ളതാണ് എമ്മ വാട്സൺ ആവശ്യപ്പെടുന്നത്. അതുപോലെ ഫോർത്ത് പോയിന്റ്, ജെൻഡർ ഇഷ്യൂസ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതുപോലെ മനുഷ്യാവകാശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ജെൻഡർ ഇഷ്യൂസിനെ എന്ത് ചെയ്യണം, പരിഗണിക്കണം. ജെൻഡർ ഇഷ്യൂസ് ഒരിക്കലും പിന്നെ എവിടെയും ഉണ്ടാവരുത്. വർക്ക് പ്ലേസിലാണെങ്കിലും, അതുപോലെ തന്നെ അക്കാഡമിക് സ്ഫിയറിലാണെങ്കിലും, എവിടെയും പൊതു ഇടങ്ങളിലാണെങ്കിലും ജെൻഡർ ഇഷ്യൂസ് ഉണ്ടാവരുത് എന്നുള്ളത് ഹി ഫോർ ഷീ എന്നുള്ളതിൽ എമ്മ വാട്സൺ പറയുന്നു. ഷീ റിക്വസ്റ്റ് ടു കറക്റ്റ് നെഗറ്റീവ് കൊണോട്ടേഷൻ ഓഫ് ഫെമിനിസം. അപ്പോൾ ഫെമിനിസം കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത് ബീങ് ആൻറ്റി മെൻ, അതായത് ആണുങ്ങളെ വെറുക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഇവർ എന്ത് ചെയ്യാണ്, മിസ്റ്റേക്ക്, അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എമ്മ വാട്സൺ. ഒരിക്കലും മെന്നിനെ വെറുക്കാനല്ല ഈ ഫെമിനിസ്റ്റുകൾ ചെയ്യുന്നത്, അത് ആണിനും പെണ്ണിനും തുല്യനീതി കിട്ടുക എന്നുള്ളതാണ് ചെയ്യുന്നത് എന്നാണ് എമ്മ വാട്സൺ പറയുന്നത്. ഫോർ ഹർ, അവളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം, ഇറ്റ് ഈസ് ബേസിക്കലി അബൌട്ട് അഡ്വക്കേറ്റിംഗ് ഈക്വൽ റൈറ്റ്സ് ഫോർ മെൻ ആൻഡ് വുമൺ. അതായത് തുല്യ അവകാശങ്ങൾ മെന്നും വുമണും കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ മെൻ ഷുഡ് ഓൾസോ ബി എ പാർട്ട് ഓഫ് സ്ട്രഗിൾ ആസ് ദേ ഓൾസോ ഫേസ് പ്രോബ്ലംസ്. അതായത് ആണുങ്ങളും എന്ത് ചെയ്യണം, മെയിലും ഈ ഒരു പ്രോബ്ലംസ് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി അവരും പോരാടണം എന്നാണ് പറഞ്ഞത്. ഷി ആർഗ്യൂസ് ഫോർ റീഡിഫൈനിങ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി. എന്താണ് ഫെമിനിറ്റി, അതുപോലെ തന്നെ പൗരുഷം. മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ പൗരുഷം, ഫെമിനിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീത്വം. അപ്പോൾ അതിനൊക്കെ ഒന്ന് റീ എക്സാമിൻ ചെയ്തിട്ട് പ്രജുഡൈസൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം, അവരുടെ ഈക്വാലിറ്റിക്ക് വേണ്ടി സ്ത്രീകളും പുരുഷന്മാരും പോരാടണം എന്നുള്ള പറയുന്നത്. മെയിനായിട്ട് ഇതിൽ ജെൻഡർ ബയാസ് ഒഴിവാക്കണം, അതുപോലെ തന്നെ ജെൻഡർ ഇഷ്യൂസ്, അതുപോലെ ഫീമെയിൽ ഇമാനിസിപ്പേഷൻ, ഇതൊക്കെയാണ് ഇതിലെ തീംസ്.